ഹായ്, എന്റെ പേര് ഡോറ. ഞാനും ബുജ്ജിയും കണ്ണുപൊത്തി കളിക്കാം. നിങ്ങളും ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ വരുന്നോ? ശരി, ഇപ്പൊ ബുജ്ജി എവിടെയാന്ന് കണ്ടുപിടിക്കാം. ആ കുരങ്ങ് ഇപ്പൊ ഏത് സ്ഥലത്താണ് ഒളിച്ചിരിക്ക? നിങ്ങൾ അവനെ കണ്ടോ? എവിടെയുണ്ട്? മരത്തിന്റെ പുറകിലോ? ഞാൻ അവനെ കണ്ടില്ലല്ലോ. എവിടെയുണ്ട്? മുകളിലുണ്ടോ? ബുജ്ജിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിന് നന്ദി. നമ്മൾ വീണ്ടും കളിക്കാം. ഓക്കെ, പക്ഷെ ഈ പ്രാവശ്യം നീ ആ ശബ്ദം കേട്ടോ? ആ ശബ്ദം എന്തുമായിരിക്കുന്ന വിചാരിക്കുന്നേ? എനിക്ക് അറിയില്ലല്ലോ. എന്നാ എന്റെ ഒപ്പം വാ, നമുക്കത് എന്താന്ന് കണ്ടുപിടിക്കാം. ആ ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ നിന്നോ? ഓ അയ്യോ പാവം, ഇതൊരു കൊച്ചു നീല പക്ഷിയല്ലേ. പതുക്കെ ബുജ്ജി, ഇതിനെ പതുക്കെ തൊടാൻ പാടുള്ളൂ. ഇതിന്റെ പുറത്തൊക്കെ ഈരമായിരിക്ക. ഇത് എവിടെങ്കിലും വെള്ളത്തിൽ വീണ് കാണും. അയ്യോ പാവം, അതിന് തണുപ്പ് സഹിക്കാനാവുന്നില്ല ബുജ്ജി. എന്റെ ബാക്കിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇതിന്റെ തണുപ്പ് മാറ്റാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. അതെ അതെ, ഈ ബാഗ് തുറക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് വേണ്ടി ഒന്നുകൂടി ബാഗ് എന്ന് പറയൂ. ബാഗ് എന്ന് പറയൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് തോർത്ത് തന്നെ. തോർത്ത് കൊണ്ട് തുടച്ചാൽ ആ കൊച്ചു പക്ഷിയുടെ ഈറം മാറും. എങ്ങനെയാ ശരിയായി കണ്ടുപിടിച്ചത്? മെല്ലെ 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 മെല്ലെ. ഡോറെ, പക്ഷിയെ നല്ലോണം തുടച്ചു വിടണേ. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. പാവം ഈ കൊച്ചു പക്ഷി അതിന്റെ അമ്മയെ കാണും പോലും. ഇതിന്റെ കൂട്ടിന് ഇത് പുറത്തു വന്ന് കാണും തോന്നുന്നു. ഇത് കൂട്ടിന്ന് വഴിതെറ്റി വന്നതാണ്. ഡോറ, ഇതിന്ന് അമ്മയെ നമ്മൾ കണ്ടുപിടിക്കാമോ? അതും നമുക്ക് കഴിയോ? തീർച്ചയായും നമുക്ക് കഴിയും. നീ വിഷമിക്കേണ്ട നീല കൊച്ചു പക്ഷിയെ, ഞങ്ങൾ നിന്റെ അമ്മനെ കണ്ടുപിടിച്ചു തരാം. നീ ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്ന കൊച്ചു പക്ഷി? ഓ, ഈ കൊച്ചു നീല പക്ഷി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നേ. Where do you live? On the tree. കേട്ടോ ബുജ്ജി, ഇത് മരത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. മരം, ഇത് മരത്തിലാണ് ജീവിക്കുന്നത്. ചെറിയ മരത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. മരത്തിന്റെ നിറം നീലമാണോ? അപ്പൊ അത് ചെറിയ നീല നിറം മരം. അത് ശരി ഡോറ, നമ്മൾ എങ്ങനെ ചെറിയ നീല മരത്തിൽ പോകുന്നത്? നേരത്തെ ബുജ്ജി ആലോചിക്കട്ടെ. എപ്പോഴും നമുക്ക് വഴി അറിയാത്തപ്പോ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത്? മാപ്പിനെ വിളിച്ചാലേ വഴി കിട്ടൂ. മാപ്പാണ് നമുക്ക് ചെറിയ നീല മരത്തിലേക്ക് എങ്ങനെയാ പോവാന്ന് വഴി പറയാ. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യ. നിങ്ങൾ മാപ്പിനോട് ചോദിച്ച് ഞങ്ങൾക്കൊന്ന് വഴി പറയോ? അതിന് നിങ്ങൾ എല്ലാവരും മാപ്പ് എന്ന് പറയണം. മാപ്പ് എന്ന് പറയൂ. ഉറക്കെ പറയൂ. വാഴമരം, ചോളത്തോട്ടം, ചെറിയ നീലനിറമരം. ചെറിയ നീല മരത്തിന്റെ അടുത്തേക്ക് നമ്മൾ എങ്ങനെയാ പോവാ?